ഹലോ ഡയറി ദോസ്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞാൽ എങ്ങനെ നമ്മളെ തൊഴുത്തിൽ നിന്ന് ഈച്ച, അതേപോലെ കൊതുക്, ചെള്ള് തുടങ്ങിയ ജീവികളെ എങ്ങനെ അകറ്റി നിർത്താം, പിന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം, ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് അടക്കാം. നമ്മുടെ തൊഴുത്തിൽ നിന്ന് ഈച്ച, അതേപോലെ കൊതുക്, ചെള്ള് തുടങ്ങിയ പാരസൈറ്റുകൾ ഒഴിച്ചു നിർത്തൽ വളരെയധികം പ്രധാനമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാരസൈറ്റുകൾ കാരണം അതിന് വിവിധ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ പോലുള്ള അസുഖങ്ങൾ വരാനും പിന്നെ അതേപോലെ ഈ കുളമ്പ് രോഗമൊക്കെ വേഗം പകരാനും വളരെയധികം ചാൻസ് കൂടുതലാണ് ഇവ ഉണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ഈച്ചകളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ തന്നെ നമ്മളെ പശുവിൻ്റെ വളർച്ച കൂടാനും അതേപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വളരെയധികം സഹായിക്കും. അപ്പോൾ തൊഴുത്തിൽ നിന്ന് എങ്ങനെ ഈച്ചകൾ അകറ്റാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈച്ചകൾ പെരുകാനുള്ള സാഹചര്യം പൂർണ്ണമായിട്ട് നമ്മളെ തൊഴുത്തിൽ നിന്നും അതേപോലെ തന്നെ തൊഴുത്തിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പറയുമ്പോൾ നമ്മളെ പുൽക്കൂട് വളരെ വൃത്തിയായിട്ട് എപ്പോഴും സൂക്ഷിക്കുക. ഡെയിലി ഒന്ന് അടിച്ചു വാരിയിട്ട് വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ മറ്റൊന്ന് പറയുമ്പോൾ നമ്മൾ തൊഴുത്തും അതേപോലെ തൊഴുത്തിൻ്റെ പരിസരങ്ങളും കുമ്മായം അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെക്കുക. 1 മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് നമ്മൾ തൊഴുത്ത് കഴുകുക. പിന്നെ രാത്രിയിലൊക്കെ നമ്മളെ കുന്തിരിക്കം ഉപയോഗിച്ചിട്ട് പുകച്ച് കഴിഞ്ഞാൽ കൊതുക് കടി ശല്യം നമുക്ക് വളരെയധികം ഒഴിവാക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്ലീച്ചിങ് പൗഡർ, ഈ കുമ്മായൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഈ കുളമ്പ് നല്ല വൃത്തിയായിട്ട് നിൽക്കാനും അതേപോലെ തന്നെ അകിട് വീക്കത്തിനൊക്കെ പ്രതിരോധിക്കാനും അത് വളരെയധികം സഹായമാണ്. അപ്പോൾ ഈച്ചകളെ നമ്മളെ കാലുകളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലുകളുടെ മുകളിൽ ഒരു സ്പ്രേ പൂശാൻ പറ്റും. അപ്പോൾ സ്പ്രേ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ പറയുമ്പോൾ ഒരു ആവശ്യത്തിന് വേപ്പില വേണം. പിന്നെ അതേപോലെ ഒരു പിടി കല്ലുപ്പ്, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് വെളിച്ചെണ്ണ, പിന്നെ ഒരു 1 മുതൽ 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ശേഷം നല്ല അരിപ്പ, നമ്മളെ ചായക്ക് അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പെടുത്തിട്ട് നല്ലോണം അരിക്കുക. കാരണം പറയുമ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സ്പ്രേയറിൻ്റെ ഉള്ളിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി അത് നല്ല വൃത്തിയായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പശുവിൻ്റെ ഈ ഈച്ചകൾ ഇരിക്കുന്ന സ്ഥലം നോക്കിയിട്ട് അത് സ്പ്രേ ചെയ്താൽ മതി. പിന്നെ അതുപോലെ നമ്മൾ പശുവിൻ്റെ ചെവിൻ്റെ ഉള്ളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ഉള്ളിൽ മിക്ക സമയത്തും ഇങ്ങനെയുള്ള ചെള്ള് തുടങ്ങിയവ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ല രക്തം എടുക്കാനുള്ള സ്ഥലമാണ് ചെവി. അപ്പോൾ ചെവിയുടെ ഉള്ളിൽ നന്നായി പൂശി കൊടുക്കുക. പിന്നെ ഇത് പൂശിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഈച്ച അതിൻ്റെ ചുറ്റോറുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ ഒന്നും ഇരിക്കുക. ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം അതിനകത്ത് വന്നിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ തൊഴുത്തിൽ അധികമായിട്ട് ഈ ചെള്ള് അതേപോലെ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ അധികം പേരും ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുള്ള ഒരു മരുന്നുണ്ട്, ഫ്ലൂവെറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 1 മാസം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഇതൊരു ഓയിൽ പോലത്തെ മരുന്നാണ്. പിന്നെ ഇതിനധികം സ്മെല്ല് ഉണ്ടാവില്ല. മറ്റ് നമ്മൾ ഈ ഈച്ച പ്രാണികളൊക്കെ അകറ്റി നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്, അതിനൊക്കെ കൊടുക്കാത്ത സ്മെല്ലാവും. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ ആ പാലിനും ആ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഫ്ലൂവെറ്റിന് സ്മെല്ലില്ല. പിന്നെ അതേപോലെ തന്നെ പശു ഈ മരുന്ന് നക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ചെറിയ അളവിൽ ചെന്നാലും ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു 100 മില്ലി കുപ്പി ഫ്ലൂവെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് 25 മില്ലി മതി ഒരു വട്ടം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 വട്ടം നമുക്ക് ഏകദേശം 4 മാസം അത് ഉപയോഗിക്കാൻ കഴിയും നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ 2 തരം മരുന്നുകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ പശുക്കൾക്കും ഒരേ സമയത്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് പറയുമ്പോൾ കുറച്ച് പശുക്കൾക്ക് ഉപയോഗിച്ച് 1-2 വിട്ട് കഴിഞ്ഞാൽ ആ പശുവിനെ എല്ലാ ഈച്ചകളും അതേപോലെ ചെള്ളൊക്കെ കൂടിയിട്ട് ആക്രമിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാലികൾക്കും ഒരേ സമയത്ത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ പശുവിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഈച്ച, ചെള്ള് തുടങ്ങിയതൊക്കെ കുറേ അധികം രക്തം അതിൻ്റെ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറേ പോഷക നഷ്ടം ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള പോഷക നഷ്ടം ഒഴിവാക്കുകയും അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഏകദേശം ഒരു നോർമൽ പശുവിന്, സാധാരണ പാല് കിട്ടുന്ന പശുവിന് ഏകദേശം ഒരു 2-3 ലിറ്റർ വരെ, 1 മുതൽ 3 ലിറ്റർ വരെ പാല് വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചതുകൊണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡയറി ദോസ്ത് ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഒരുപാട് പേര് നമ്മളെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 300-ലധികം പശുക്കൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പശുവിനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പശുവിനെ നമ്മളെ ആപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഹീറ്റ് അലേർട്ട്, അതേപോലെ ഡീവേമിങ് അലേർട്ടുകൾ, എപ്പോൾ നമ്മളെ ഇത് പരിശോധിക്കണം, കുത്തിവെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോൾ അതിനെ പരിശോധിക്കണം, അതുപോലെ കറവ് നിർത്താനായാൽ അതിൻ്റെ മുന്നറിയിപ്പ്, അല്ലെങ്കിൽ പ്രസവിക്കാനായാൽ അതിൻ്റെ മുന്നറിയിപ്പ് തുടങ്ങിയ എല്ലാം കൃത്യമായിട്ട് അതിൽ ലഭിക്കും. പിന്നെ പശുവിൻ്റെ ഡാറ്റകളൊക്കെ അതിൽ എൻ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളൊരു പശുവിനെ നമ്മുടെ ആപ്പ് മുഖേന ഒരു പശുവിനെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ ഡാറ്റകൾക്ക് അനുസരിച്ചിട്ട് നമുക്കൊരു പശുവിനെ വാങ്ങാനും വിൽക്കാനൊക്കെ കഴിയും. അപ്പോൾ നമ്മുടെ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക.
പിന്നെ അതേപോലെ തന്നെ ക്ഷീരസംബന്ധമായ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ ആപ്പ് മുഖേന വിൽക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഇനിയും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കണമെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.